എന്തുപറ്റി? ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാനാവില്ലല്ലോ. എന്നെ രക്ഷപ്പെടുത്തിയത് നിങ്ങളല്ലേ. ഞാനിപ്പോ ഇവിടെ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾ കാരണമല്ലേ. അല്ല കുട്ടി, കുട്ടി ഇപ്പോ ജീവിച്ചിരിക്കുന്നത് ആ മാഷ് കാരണമാ. ആ മാഷിന്റെ പേരെന്താ? മഹി. ദേ കണ്ടില്ലേ, മാഷിന്റെ പേര് പറഞ്ഞപ്പോ BP നോർമലായി. ശരീരത്തിലെ ചോര കുറഞ്ഞിട്ട് വിളറി വെളുത്തു കിടന്ന കുട്ടിയാ. ഇതിപ്പോ സാറിന്റെ പേര് കേട്ടതും കവിളൊക്കെ തുടുത്ത് രക്തപ്രസാദം വന്നു. ഇതാണ് പ്രേമത്തിന്റെ ശക്തി. മരുന്നിനും മന്ത്രത്തിനും ഒന്നും ഇല്ലാത്തൊരു പവറ് അതിനുണ്ട്. പുരാണത്തിലൊരു കഥയുണ്ട്. സത്യവാൻ സാവിത്രി എന്ന ആ കഥയുടെ പേര്. തന്റെ ഭർത്താവിന്റെ ജീവൻ മരണത്തിന്റെ ദേവനായ കാലം വന്ന് എടുത്തോണ്ട് പോയപ്പോ അദ്ദേഹത്തോട് പോരാടി ജയിച്ച് ഭർത്താവിന്റെ ജീവൻ വീണ്ടെടുത്ത പതിവ്രതയായ ഭാര്യ സാവിത്രി. ഇവിടെ ഈ കല്യാണി മരിച്ചുപോകുമെന്ന ഘട്ടത്തില് അവൾക്ക് വേണ്ടി പോരാടിയ അവളുടെ സാറ് അവളുടെ ജീവൻ കാലന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. ചേച്ചി പറഞ്ഞ കഥയിൽ സ്വന്തം ഭർത്താവിന്റെ ജീവന് ഭാര്യ രക്ഷിച്ചത്. ഇവിടെ സ്വന്തം സ്റ്റുഡന്റിന്റെ ജീവന് മാഷ് രക്ഷിച്ചത്. ആ ചെങ്ങാതിയുടെ കരച്ചിലും പിഴിച്ചിലും ബഹളങ്ങളും ഒക്കെ ഇവിടെ കണ്ടപ്പോ വെറൊരു മാഷും കുട്ടിയായിട്ടൊന്നും അല്ല എനിക്ക് തോന്നിയത്. പിന്നെ ശരിക്കും ഒരു ആത്മബന്ധം തന്നെയാണിത്, അല്ലേ മോളെ? ചേച്ചിയുടെ കഥയിൽ കാലനുമായി ഭാര്യ ഭർത്താവിന് വേണ്ടി പോരാടി. ഇവിടെ ശിവന്റെ അമ്പലത്തില് അധ്യാപകൻ വിദ്യാർത്ഥിയുടെ ജീവന് വേണ്ടി 108 ശയന പ്രദക്ഷിണം നടത്തി. ശയനപ്രദക്ഷിണം കഴിഞ്ഞ് ഇവിടേക്ക് വന്നവരെ ഒന്ന് കാണേണ്ടതായിരുന്നു. രോഗി അകത്ത് കിടക്കുന്ന കല്യാണിയാണോ, കല്യാണി ഇവിടെ കൊണ്ടുവന്ന സാറാണോ എന്ന് ഞങ്ങൾക്ക് പിടികിട്ടാത്ത അവസ്ഥയായിരുന്നു. ചിന്നു, I love you, ചിന്നു. ചിന്നു, I love you, ചിന്നു. എന്ത് സംഭവിച്ചാലും മോളാ മാഷിനെ ഒരു കാലത്തും വിട്ട് കളയരുത്. അദ്ദേഹത്തെ പോലെ നിന്നെ സ്നേഹിക്കുന്ന മറ്റൊരാളെ കുട്ടിക്ക് ജന്മത്തിൽ കണ്ടെത്താനാവില്ല. ശരി. സാറേ, എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ? സ്നേഹം കൊണ്ട് എന്നെ തോൽപ്പിക്കുവാണോ? എനിക്കൊന്ന് കാണാൻ കൊതിയാവുന്നു. ശബ്ദമെങ്കിലും എനിക്കൊന്ന് കേട്ടേ പറ്റൂ. ദേവി, എനിക്കെന്താ ഇങ്ങനെ തോന്നാൻ?